ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ 𝙑𝙞 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളന്ന് പരിചയപ്പെടാൻ ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നിങ്ങൾക്ക് കൂടെ കാണാം ഹോണ്ട ഗ്രാസിയൻ്റെ മൈലേജ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പേര് കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര മൈലേജ് കിട്ടുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്ര കാലം ഇടാച്ചെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം ഉപയോഗിച്ചിട്ട് വേണമല്ലോ, നമ്മൾ നോക്കിയിട്ട് വേണമല്ലോ ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഒരു 2 മാസം ആയിട്ടുണ്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. താഴെ പൂച്ചകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. 2 പൂച്ചക്കുട്ടികളൊന്നും പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോഗാണെങ്കിൽ അവൻ്റെ പേര് പോപ്പിന്നായിരുന്നു. അവനാണെങ്കിൽ അലമ്പായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ പൂട്ടിയിട്ടുണ്ടാവുന്നു, അല്ലെങ്കിൽ വീടെടുക്കാൻ സമ്മതിക്കില്ല, ചേട്ടാ പിടിക്കാൻ നിൽക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ പൂച്ചോട്ടോളെ. വലുതായി അത്യാവശ്യം ഇവിടെ വന്ന് പെട്ടതാണ് തന്നെ. 2 കുട്ടികളതിൻ്റെ അമ്മ പൂച്ച അവിടെ പോയോ കാണാൻ അങ്ങനെ ഇട്ടിട്ട് പോയതായിരുന്നു, റൂമിൽ ഇങ്ങനെ ആക്കിയിട്ട് പോയതായിരുന്നു. എന്തായാലും നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 മന്ത്സ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് എടുത്തിട്ട്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 389-400 അടുത്ത് നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൈലേജിൻ്റെയും കാര്യം ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറയാൻ പോകുന്നു. പിന്നെ നമ്മുടെ ബിൽ ക്വാളിറ്റിയെ കുറിച്ച് എനിക്ക് കുറച്ച് പറയാനുണ്ട്. അപ്പോൾ പണ്ടത്തെ ഹോണ്ടയുടെ ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ട് പോകണ മുമ്പ് ചാനൽ പുതിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ വേണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാത്തൊരു പോയി കാണുക, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ ഹീറോ 9 ഗോപ്രോൻ്റെ. അപ്പോൾ എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ നമുക്ക് ഗോപ്രോയിൽ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് പോയി ഞാൻ അതിൽ കാണിച്ചു തരാം. നമുക്കിപ്പോൾ കിലോമീറ്റർ ഞാനിപ്പോൾ മീറ്ററിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇത് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഇതിലിപ്പോൾ മൈലേജ് കാണിക്കുന്നത് 50.9 കേട്ടോ. 50.9 ആണ് കാണിക്കുന്നത്. 51 ആ റേഞ്ചിലൊക്കെ എനിക്ക് കിട്ടാറ്. 50 to 51 ആ റേഞ്ചിലാണ് മൈലേജ് കിട്ടാറ്. പിന്നെ നമുക്കിപ്പോൾ ഞാൻ ടോട്ടൽ ഇവിടെ നമുക്കൊരു ടോഗിൾ സ്വിച്ചും ഉണ്ട്. അപ്പോൾ ഇത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നത് 133 ആണ്. നമുക്ക് 3 കട്ട അവൈലബിൾ ആണ്. ശരിക്കും ഇതിൽ ഫുൾ ടാങ്ക് പെട്രോൾ ഒരു 500 പെട്രോൾ വെച്ചാൽ നമുക്ക് ഫുൾ ടാങ്ക് കിട്ടും. അപ്പോൾ 500 നമുക്കൊരു 4.8 സംതിങ് ആണ് ഇപ്പോൾ പെട്രോൾ കിട്ടുന്നത്. ശരിക്കും കമ്പനി 5.1 സംതിങ് പറയുന്നുണ്ടെങ്കിലും പക്ഷേ നമുക്ക് 500 അടിക്കുമ്പോൾ 4.8 ആകുമ്പോഴേക്കും തന്നെ ശരിക്കും ഫുൾ കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് ടോട്ടൽ കിലോമീറ്റർ 394 നമ്മൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ ആ മൈലേജിൽ ഇത് ഫുൾ മൈലേജ് കാണിക്കുന്നത് നമ്മുടെ ടൗൺ ഏരിയയിൽ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഇപ്പോൾ കുറച്ച് ഹൈ റേഞ്ചിൽ എന്നുവെച്ചാൽ ഒരു ലോങ് റൂട്ട് പോയപ്പോഴുള്ള മൈലേജ് അല്ല എനിക്ക് തോന്നുന്ന. മൈലേജിൽ അങ്ങനെ പോകുകയാണെങ്കിൽ നമുക്ക് എന്തായാലും മൈലേജ് കുറച്ചും കൂടി കൂടും. എന്തായാലും ഒരു 53-54 അടുത്ത് എത്താൻ സാധ്യതയുണ്ട്. ഇത് ഫുള്ളി നമ്മുടെ എന്താ പറയുക ടൗണിൽ ഓടിച്ചിട്ടുള്ള ഒരു മൈലേജാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ഈ ഹൈബ്രിഡ് ഓൺ ആയിട്ടുള്ളത്. അപ്പോൾ അത് ഓഫ് ചെയ്താൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി മൈലേജ് കുറയാൻ സാധ്യതയുണ്ട്. വെച്ചാൽ നമുക്കിത് നമ്മൾ വല്ല ട്രാഫിക്കിലേക്ക് നോക്കുമ്പോൾ ഓട്ടോ ഓഫ് ആവും. അങ്ങനത്തെ ഫീച്ചറുള്ള കാരണം നല്ലൊരു പരിപാടി തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഓഫ് ചെയ്യുന്നത് ലൈറ്റ് ഓൺ ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞില്ല ബിൽ ക്വാളിറ്റിയുടെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ബിൽ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടൊരു ഡീഗ്രേഡിങ് പോലെ ചെയ്തിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ നമുക്ക് പണ്ടത്തെ ഹോണ്ട നിങ്ങൾക്ക് അറിയായിരിക്കും, പണ്ടത്തെ ആക്റ്റീവുകളൊക്കെ ഭയങ്കര ഒരു റഫ് യൂസ് ചെയ്താലും ഒന്നും പറ്റില്ല അങ്ങനത്തെ ഒരു സ്ഥിതി. ഇപ്പോഴത്തെ പക്ഷേ ഭയങ്കര ലൈറ്റ് വെയ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ ആകെ പൊന്തിയിരിക്കുന്നുണ്ടോ. അവനവിടെ പൂച്ചകളെ കണ്ടവിടെ തുടങ്ങി. അപ്പോൾ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ടേ മൈലേജിൻ്റെ കേസും കൊണ്ട് നടന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതവനാണ് ഞാൻ പറഞ്ഞ പൂച്ചടുത്ത് പോപ്പി വേണ്ട പോട്ടെ അപ്പോൾ ഇരിക്കുന്നു ഉറങ്ങും. പിന്നെ നമ്മളിപ്പോൾ ഈ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. ഈ സൈഡിൽ കാണുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് പെട്ടെന്ന് തന്നെ കോറലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് എനിക്ക് ഒരു രക്ഷ ഇഷ്ടപ്പെടാണ്ടിരുന്നത്. ഇതിപ്പോൾ ഭയങ്കര സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ കോറലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് എനിക്ക് തീരെ ഒരു ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. പിന്നെ നമുക്കിവിടെ ഈ പെയിൻറ്റിങ് സ്ഥലത്ത് പോലും കോറലും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. എന്താ ഒരു മിനിറ്റ് എന്താ പൂച്ചകളെ കണ്ടിട്ടാ നോക്കിയേ. ഒരു ഹായ് പറഞ്ഞേ വീഡിയോയിൽ. ഓക്കെ ഒരു ഹായ് പറഞ്ഞേ. നോക്ക് വീഡിയോ ആണ്. അപ്പോൾ നോക്ക് ചേക്കാം. അവന് പൂച്ചകളെ കണ്ടിട്ട് കൺട്രോൾ പോയിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഭാഗത്തും നമുക്ക് ഇതുപോലെ അങ്ങനത്തെ കുറച്ച് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. കോറിൽ പെട്ടെന്ന് വരുന്നുണ്ട്. ഇതവർക്ക് ഇത് കോറിൽ പെട്ടെന്ന് വരുന്നുണ്ട്. പിന്നെ കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പോപ്പി ഞാൻ എൻ്റെ ഇന്ത്യയിൽ കുറച്ച് പേര് നമ്മുടെ ഉള്ളിലത്തെ എത്ര നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 21 ലിറ്ററാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനതിൽ കുറച്ച് കവറിങ് നമ്മുടെ പ്രിൻ്റ് ഔട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്.
പിന്നെ നമുക്കിതിൽ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറേ പേര് നമുക്ക് കമ്പയർ ചെയ്യുന്നത് ഒപ്പേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ എൻടോർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ എൻടോർക്ക് വെച്ചാകുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഫീച്ചേഴ്സ് കൂടുതൽ തന്നെയാണ് എൻടോർക്കിന്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ എഞ്ചിൻ പെർഫോമൻസും കാര്യങ്ങളും ലാസ്റ്റിങ്ങും കംപ്ലയിൻസും എന്ന് വെച്ചാൽ ഈ കംപ്ലയിൻസും നമ്മുടെ എന്താ പറയുക വണ്ടിക്ക് കംപ്ലയിൻസൊക്കെ ഭയങ്കരമായിട്ട് കുറവ് ഹോണ്ടയ്ക്ക് തന്നെയാണ്. എൻടോർക്കിന് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കേൾക്കുന്നില്ല. എന്ന് വെച്ചാൽ സർവീസ് പ്രോബ്ലം ഉണ്ട്, അത് ഹോണ്ടയ്ക്കും ഉണ്ട്. ഹോണ്ടയുടെ സർവീസും ഞാൻ എന്തായാലും ബസ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഭയങ്കര റേറ്റ് കൂടിയിട്ടൊക്കെ ഹോണ്ടയുടെ സർവീസ് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സർവീസിന് എനിക്ക് എന്നോട് ഓൾമോസ്റ്റ് ഒരു 500 റേഞ്ചിൽ വാങ്ങിച്ചു. അത് 125 cc 500 എന്ന് പറയുമ്പോൾ ഭയങ്കര കൂടുതലാണ് സത്യം പറഞ്ഞാൽ. പിന്നെ എൻടോർക്കിൻ്റെയും അതേ പ്രോബ്ലം തന്നെയാണ്, സർവീസും ഭയങ്കര ഇഷ്യൂ ആണ്. പിന്നെ അതിന് പ്രോബ്ലംസും വരുന്നുണ്ട്, വണ്ടിക്കും പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് പണിയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഒരു ചെറുതായിട്ട് ഇതിനായിട്ടും കുറച്ച് കൂടുതലുണ്ട് റേറ്റ്. പക്ഷേ അതിന് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാര്യം നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നാവിഗേഷൻ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വണ്ടി എടുക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് സുസുക്കിയുടെ ഒരു പുതിയ വണ്ടി ഇതിൻ്റെ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ അതെടുക്കായിരിക്കും കുറച്ചും കൂടി നല്ല. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാസിയയിലേക്കോ എൻടിആർക്കിലേക്കോ പോകട്ടെ. അതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല, മൈലേജും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ അതിൽ നമുക്ക് ടയർ സൈസ് കുറച്ചും കൂടി വലുതാണ്, അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഇതിൻ്റെ ടയർ സൈസ് നോർമൽ നമ്മുടെ സെയിം ആക്റ്റീവയുടെ ടയർ സൈസാണ്, അത് കുറച്ച് കൂട്ടണമായിരുന്നു. അതൊക്കെ അവർ കോസ്റ്റ് കട്ടിങ് ഭാഗമായിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ടയർ സൈസ് ഭയങ്കര ഒരു കുഴപ്പമുണ്ട്. ബ്രേക്കിംഗ് ഒരു ആവറേജ് ആണെന്ന് പറയാം, വലിയ കുഴപ്പമില്ല. ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡിസ്ക് ബ്രേക്കുള്ള മുതൽ എടുത്താൽ മതിട്ടാൽ മറ്റേ നോർമൽ എടുക്കണ്ട. ഡിസ്ക് ബ്രേക്ക് ആയിട്ട് നമുക്ക് ഇനി ഇപ്പോൾ ബൈക്കിൽ നിന്ന് ഓടിക്കുന്നത് കൊണ്ടാണെന്ന് അറിയില്ല, പക്ഷേ എന്നാലും ബൈക്ക് ഒരു ആവറേജ് ബ്രേക്ക് സിസ്റ്റം ഞാൻ പറയുള്ളൂ. ഓവറോൾ ഒരു കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എന്താ കാണിക്കുന്നത് ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ വീഡിയോ കാണാത്തൊരു പോയി കാണുക, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ അപ്പുറത്ത് തന്നെ റിപ്ലൈ തരുന്നതാണ്. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.